إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാർ, പരമകാരുണികനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഈ പരിശുദ്ധ ഭവനത്തിൽ ഒത്തുകൂടിയിട്ടുള്ള ഓരോ വിശ്വാസിയെയും വിശ്വാസിനിയെയും ഉണർത്തുകയാണ്. പരമകാരുണികനായ അള്ളാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ച്, സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രാപ്പകലുകളുടെ മാറിവരവ്, ജലാശയങ്ങളുടെ സൗന്ദര്യം, പർവ്വതങ്ങളുടെയും ചുറ്റുപാടുകളുടെയും ഒക്കെ സൗന്ദര്യവും സൗരഭ്യവും ഇതെല്ലാം വളരെ മനോഹരമായ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ് അള്ളാഹുവിന്റെ ഈ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടി മാഹാത്മ്യത്തെക്കുറിച്ച് നിരന്തരമായി വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത്? മനുഷ്യൻ ചിന്തിക്കുന്നതിന് വേണ്ടി, ഈ പ്രപഞ്ചം സുവ്യവസ്ഥിതമായി സുഭദ്രമായി സംവിധാനിച്ച പരമകാരുണികനായ അള്ളാഹുവിനെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാനും അതുവഴി മനുഷ്യന്റെ അഹങ്കാരവും അഹന്തയും ഉപേക്ഷിച്ച് വിനയാന്വിതരായി ഏകനായ സ്രഷ്ടാവിലേക്ക് മടങ്ങാനും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയുമാണ് നിരന്തരമായി അള്ളാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത്. മാത്രമല്ല, എത്ര സൂക്ഷ്മമായിട്ട് പെർഫെക്ഷനോടുകൂടിയാണ് പരമകാരുണികനായ അള്ളാഹു ഇതെല്ലാം സംവിധാനിച്ചിട്ടുള്ളത് എന്ന് അടിക്കടി വിശ്വാസികളെ ഉണർത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, അലം യറൗ അന്നാ ജഅൽനൽ ലൈല ലിയസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറൻ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. നിങ്ങൾക്ക് രാത്രിയെ അള്ളാഹു ശാന്തമാക്കി തന്നു, നിങ്ങളുടെ ക്ഷീണത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ, നിങ്ങൾക്ക് ഉറങ്ങാൻ. വന്നഹാറ മുബ്സിറൻ, നിങ്ങൾക്ക് പകലിനെ പ്രകാശമുള്ളതാക്കി തീർത്തു. നിങ്ങളുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി, ജീവിത വിഭവങ്ങൾ നേടുന്നതിന് വേണ്ടി, ഈ ചുറ്റുപാടുകൾ ഭദ്രമായി നിലനിൽക്കുന്നതിന് വേണ്ടിയൊക്കെ പകലിനെ പ്രകാശമാക്കി മാറ്റി. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ തന്നെയും വലിയ ദൃഷ്ടാന്തമുണ്ട്. ഈ ആയത്തുകളെ കുറിച്ചൊക്കെ, ഈ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചൊക്കെ വിശ്വാസികള് ആഴത്തിൽ ഉറ്റാലോചിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. തുടർന്നല്ല പറഞ്ഞു, യൗമ യുൻഫഖു ഫിസ്സൂരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ കാഹളത്തിൽ ഊതും. ഫഫസിഅ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളവരെല്ലാം വിഹ്വലരാകും, ഭയപ്പെടും. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. വകുല്ലും അതൗഹു ദാഖിരീൻ, എല്ലാവരും അന്നേ ദിവസം വളരെ എളിയവരായി താഴ്മയുള്ളവരായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നു.
എന്നിട്ട് പറഞ്ഞു വതറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ, നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കുക, ആ പർവ്വതങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അത് ഉറച്ചു നിൽക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. എന്നാൽ വഹിയ തമുറു മർറ സഹാബ്, മേഘങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് പോലെ ഈ പർവ്വതങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറയാ സുൻ അല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈഇൻ ഇന്നഹു ഖബീറുൻ ബിമാ തഫ്അലൂൻ. ഈ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഈ സൃഷ്ടി മഹാത്മ്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എത്ര പെർഫെക്ഷനോടുകൂടിയാണ്, എത്ര സൂക്ഷ്മമായിട്ടാണ്, എത്ര കുറ്റമറ്റ രൂപത്തിലാണ് ഇതെല്ലാം അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ ഈ കുറ്റമറ്റ സംവിധാനത്തെ കുറിച്ച് മനുഷ്യൻ നിരന്തരമായി ആലോചിക്കുമ്പോ മനുഷ്യൻ ഒരിക്കലും അഹങ്കാരിയായി തീരുന്നില്ല. പലപ്പോഴും ദൈവനിഷേധികള്, മതനിരാസ പ്രസ്ഥാനത്തിന്റെ ആളുകള്, മതത്തെ തെറി പറയുന്ന ആളുകള് അള്ളാഹുവിന്റെ ഈ സൃഷ്ടി മാഹാത്മ്യത്തെ ബോധപൂർവം വിസ്മരിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രപഞ്ചത്തിനൊരു ക്രിയേറ്റർ, ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന് സമ്മതിക്കാൻ പോലും അവരുടെ അഹങ്കാരം അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു അനുവദിച്ച എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനിടയിലും അള്ളാഹുവിനെ തെറി പറയുന്ന, മതത്തെ തെറി പറയുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങളെ പരിഹസിക്കുന്ന മനുഷ്യനെ നിരന്തരമായി നമുക്ക് കാണാൻ കഴിയും. ഒരു നിമിഷം പോലും അയാൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. എന്നിട്ടും മനുഷ്യന്റെ അഹങ്കാരം എത്രത്തോളം വലുതാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഒരുക്കിയതിലെ മാസ്മരികത, ഇതിനെ ഒരുക്കിയതിലെ അത്ഭുതങ്ങള് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞുകൊണ്ട് ഈ സൂക്ഷ്മത എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഇവിടെ വിശ്വാസിനികളായ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം, അള്ളാഹു ഇതെല്ലാം പെർഫെക്ഷനോടുകൂടി സംവിധാനിച്ചെങ്കിൽ നാം അള്ളാഹുവിന് ചെയ്യുന്ന ആരാധനകൾ, കർമ്മങ്ങൾ പെർഫെക്ഷനോടുകൂടി ആയിരിക്കണം. യാതൊരു പോരായ്മയുമില്ലാത്ത കുറ്റമറ്റ ആരാധനകളായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. അലസമായ ആരാധന അല്ലെങ്കിൽ ഭാഗികമായ ആരാധന, യാതൊരു തരത്തിലും ഒരു ശ്രദ്ധയും ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത കാട്ടിക്കൂട്ടലുകൾ നമ്മളിൽ നിന്ന് ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു നമുക്ക് പകരം നൽകുന്നത് അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എല്ലാം ഏറ്റവും പൂർണ്ണതയിലുള്ള അനുഗ്രഹമാണ്. നമ്മുടെ ശരീരം, നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ വിവേകം, നമുക്ക് ഭദ്രമായ കുടുംബം, സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള നാട്, നമുക്ക് ചുറ്റുപാടുകള്, കാണാത്ത എത്രയോ അനുഗ്രഹങ്ങള്, ഇവിടെയെല്ലാം ദിവ്യകാരുണ്യത്തിന്റെ കാണാപ്പുറങ്ങളാണ്, ദിവ്യകാരുണ്യത്തിന്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ മനുഷ്യൻ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് അടുക്കുക, വിനയാന്വിതരായി അടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിന് പകരം ചെയ്യുന്ന ആരാധനകൾ കുറ്റമറ്റ രൂപത്തിലാവണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ആയിരിക്കണം നീ ആരാധനകൾ ചെയ്യേണ്ടത്, അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്. അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ കണ്ടനാളിയേക്കാൾ അടുത്ത, നിന്റെ ഓരോ മിടിപ്പും തുടിപ്പും അറിയുന്ന, നിന്റെ ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബിന്റെ മുന്നിലാണ് നീ ആരാധന അർപ്പിക്കുന്നത് എന്ന ബോധത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ആരാധനകൾ ചെയ്യേണ്ടത്. അലസഭാവത്തില്, ഉറക്കച്ചടവില് അല്ലെങ്കിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ നടത്തുന്ന കാട്ടിക്കൂട്ടലുകളല്ല ആരാധനകൾ എന്ന് പറയുന്നത്. അമലുസ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ എന്ന് പറയണമെങ്കിൽ അതിലൊന്നാമതായി നമുക്ക് അതിൽ ആത്മാർത്ഥത വേണം, ഇഖ്ലാസ് വേണം. രണ്ടാമതായി അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച കാര്യമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തില് ഒരുപാട് ആരാധനകൾ, കാട്ടിക്കൂട്ടലുകൾ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച കാര്യമല്ല. അവർക്ക് നല്ലതല്ലേ എന്ന് തോന്നുന്ന കുറെ കാര്യങ്ങൾ അവർ ഭൂമുഖത്ത് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിനൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നത് അള്ളാഹുവും അവന്റെ റസൂലും മതമായി പഠിപ്പിച്ച കാര്യം വളരെ സിൻസിയറായി, വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അള്ളാഹു അത് സ്വീകരിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിന. പെർഫെക്ഷനോടുകൂടി, പൂർണ്ണമായ ബോധത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന് ഇഷ്ടം. നമ്മൾ ഏത് കാര്യമായാലും, അള്ളാഹുവിനുള്ള കാര്യമായാലും നമ്മൾ സമൂഹത്തിൽ ചെയ്യുന്ന കാര്യമായാലും നമുക്ക് അത് ഒരു ആത്മസംതൃപ്തിയോടുകൂടി നമുക്ക് അത് ചെയ്തു തീർക്കാൻ കഴിയണം.
ആർക്കെങ്കിലും വേണ്ടിയല്ല നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു തൊഴിലാളി അയാൾ ചെയ്യുന്ന ജോലി വളരെ സിൻസിയർ ആയിരിക്കണം. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. ഒരു ഉദ്യോഗസ്ഥൻ അയാൾ ചെയ്യുന്ന ജോലി അയാളെ ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി, കാരണം അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്, അയാളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കില്ല. അപ്പൊ ഏത് കാര്യം, നമ്മുടെ കുടുംബത്തോടായാലും സമൂഹത്തോടായാലും നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളായാലും ഏത് കാര്യമായാലും ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിൽ നിന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾ സൂക്ഷ്മമായി ചെയ്യുന്ന കാര്യങ്ങളാണ്, പൂർണ്ണതയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ്. മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കേണ്ട ഒരു മെസ്സേജാണ്. ഞാൻ ഒരു കാര്യം ചെയ്താൽ അത് പെർഫെക്ഷനോടുകൂടിയാണ് ചെയ്യുക, ഭാഗികമായി ചെയ്യുക, ആർക്കെങ്കിലും വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. ഞാനതെന്റെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ ചെയ്യും എന്ന രൂപത്തിലുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നൽകേണ്ടത്. നോക്കൂ നിങ്ങള്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. ഏതൊരു കാര്യം, ഒരു വിശ്വാസി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ ഇഹ്സാൻ വേണമെന്നാണ്. ഇഹ്സാൻ വേണമെന്നാണ്. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സൂക്ഷ്മമായി കുറ്റമറ്റ രൂപത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു തീർക്കുക. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യത്തിലും ആഗ്രഹിക്കുന്നത്. ഈ ഹദീസ് പറയുന്നത് ഉളുഹിയ്യത്തിന്റെ അറവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരു ഉരുവിനെ നിങ്ങൾ അറക്കുമ്പോ ഇഹ്സാനോടുകൂടി കൈകാര്യം ചെയ്യണം. അതിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കുക എന്നുള്ളതാണ്. അല്ലാതെ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അതിനെ ഇടങ്ങേറാക്കി പ്രയാസപ്പെടുത്തി അറുക്കുക എന്നതല്ല. ഏതിനോടും ഇഹ്സാൻ കാണിക്കണമെന്നാണ്. ജീവജാലങ്ങളോടായാലും സമസൃഷ്ടികളോടായാലും സഹസൃഷ്ടികളോടായാലും അതുപോലെ നമ്മുടെ സമൂഹത്തിലെ ഏതേത് വിഭാഗങ്ങളായാലും ഏത് മതത്തെ വിശ്വസിക്കുന്നവരായാലും അവരോടൊക്കെ തന്നെയും അതിന്റെ നല്ല രൂപത്തിൽ പെരുമാറാനും സമീപിക്കാനുമാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ പ്രവർത്തിച്ചാൽ എന്താ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം? ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല. ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ പ്രതിഫലം ഒരിക്കലും തന്നെ പാഴാക്കി കളയുകയില്ല. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പൂർണ്ണാർത്ഥത്തിലുള്ള പ്രതിഫലം ലഭിക്കുന്നത്, നൽകുന്നത്. അപ്പൊ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ ഇബാദത്തായാലും സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യമായാലും നമ്മുടെ ഭൗതികമായ കാര്യങ്ങളായാലും അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഇടപാടുകൾ ഇടപഴകലുകൾ എന്നുമായി ബന്ധപ്പെട്ട ഏത് കാര്യമാണെങ്കിലും അത് പൂർണ്ണ അർത്ഥത്തിൽ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോൾ ഒരാൾ അതിന്റെ ഏറ്റവും പെർഫെക്ഷനോട് കൂടിയാണ് നടത്തേണ്ടത്, എങ്ങനെയെങ്കിലുമല്ല. വിശുദ്ധ ഖുർആൻ മനുഷ്യന് സമ്പത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പദം മനുഷ്യൻ വിവേകമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ആ സമ്പത്തിനെ അവിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വിവേകമെത്താത്ത കുട്ടികളെയും സമ്പത്ത് ഏൽപ്പിക്കാൻ പാടില്ല. അനന്തരാവകാശ സ്വത്തൊക്കെ അവരുടെ പേരിൽ പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ആ കുട്ടിക്ക് വിവേകമെത്തണം, പ്രായപൂർത്തി എത്തണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ സമ്പത്ത് അടിസ്ഥാന ഘടകമാണ് മനുഷ്യ ജീവിതത്തിന്റെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ. അത് എങ്ങനെയെങ്കിലും പാഴാക്കി കളയാനോ അല്ലെങ്കിൽ ദുർവിനിയോഗം ചെയ്യാനോ ഉള്ളതല്ല. അത് കൃത്യമായിട്ട് അത് വിനിയോഗിക്കാനും ഉപയോഗപ്പെടുത്താനും വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യാനുമുള്ള കഴിവ് അവൻ ആർജിച്ചെടുക്കണം. അതാണ് അതിലെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. നമ്മുടെ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ടതാണ്. ഒരാൾ ബിസിനസ്സുകാരനായിരിക്കാം, ഒരാൾ ഉദ്യോഗസ്ഥനായിരിക്കാം, പൊതുപ്രവർത്തകനായിരിക്കാം, എല്ലാം ആയിരിക്കാം. പക്ഷേ നമ്മുടെ കുടുംബത്തിന് നൽകേണ്ട ചില ബാധ്യതകളുണ്ട്. അവിടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ആ കുടുംബത്തോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക എന്നതാണ്. ഒരു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണെങ്കിൽ അയാൾ ആ പാർട്ടിയോട് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തോട് കൂറു പുലർത്തുക, ആത്മാർത്ഥമായിട്ട് അതിൽ പണിയെടുക്കുക. ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഈ ഇഹ്സാൻ, ഇത്ഖാൻ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഇസ്ലാം മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് വിജയമുണ്ടാകും. എല്ലാ രംഗത്തും, ഇഹലോകത്തും പരലോകത്തും വിജയമുണ്ടാകും. കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും തന്നെ ഇഹലോകത്തോ പരലോകത്തോ വിജയം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കില്ല.
ഇവിടെയും അത്തരം ആളുകൾ കുമിളകൾ കണക്കെ ലക്ഷ്യത്തിലെത്താതെ തകരുന്നത് നമുക്ക് നിരന്തരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരുക. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മളിവിടെ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതം കുറ്റമറ്റതാക്കി തീർക്കുക. കാരണം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ 100% കുറ്റമറ്റതാണ്, നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആരാധനകളും കർമ്മങ്ങളും അതുകൊണ്ട് തന്നെ പരിപൂർണമായ രൂപത്തിലായി തീരണം. നോക്കൂ, നിങ്ങൾ മഹാനായ ഇബ്രാഹിം പ്രവാചകന്റെ പൊള്ളുന്ന ഓർമ്മകൾ അയവിറക്കുന്ന സന്ദർഭമാണ്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മുസ്ലിങ്ങളുടെ പ്രതിനിധികളായിട്ട് വിശ്വാസികൾ മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇബ്രാഹിം പ്രവാചകന്റെ ഓർമ്മകൾ ലോക മുസ്ലിങ്ങൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ, മണിക്കൂറുകളാണിത്. ഇബ്രാഹിം പ്രവാചകനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്റെ ഡ്യൂട്ടി നിർവഹിച്ച, ദൗത്യം നിർവഹിച്ച പ്രവാചകനാണ്. അള്ളാഹുവിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണിത്. വളരെ കൃത്യമായി പരിപൂർണമായ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ദൗത്യം പൂർണ്ണമായി നിർവഹിച്ചു എന്ന് അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. മാത്രമല്ല അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഇബ്രാഹിം പ്രവാചകനെ ഓർക്കുക. ആ പ്രവാചകൻ വളരെ സത്യസന്ധനായ പ്രവാചകനായിരുന്നു. ആരാ പറയുന്നത്? അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. എന്തുകൊണ്ട് സത്യസന്ധൻ എന്നുള്ള ഈ സൽപ്പേരിന് അർഹനായി? താൻ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതാണ്. അവിടെ അള്ളാഹു എന്ത് കൽപ്പിച്ചു ആ കൽപ്പനകൾ മുഴുവൻ നിറവേറ്റി. കുടുംബത്തെ മക്കയിലാക്കിക്കൊണ്ട് ഫലസ്തീനിലേക്ക് പ്രബോധനത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോ അത് അംഗീകരിച്ചു. മകനെ ബലിക്കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായപ്പോ യാതൊരു വൈമനസ്യവും കൂടാതെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയനായി. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകി. ഇങ്ങനെയൊക്കെ ആയപ്പോ അള്ളാഹു പറഞ്ഞു, വളരെ കൃത്യമായി പരിപൂർണമായ രൂപത്തിൽ പ്രബോധനം നിർവഹിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പരിപൂർണമായ കുറ്റമറ്റ രൂപത്തിൽ വളരെ ആത്മാർത്ഥമായി ഏത് പ്രവർത്തനം നമ്മൾ നടത്തിയാലും അത് കാലങ്ങളെ അതിജയിച്ച് മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും. എത്രയോ കാരണവന്മാരെ നമ്മൾ ഓർക്കുന്നു, നേതാക്കളെ നമ്മൾ ഓർക്കുന്നു, നല്ല ചെയ്ത ആളുകളെ നമ്മൾ എടുത്ത് ഓർക്കുന്നു. നമ്മുടെ മാതാപിതാക്കള്, അതുപോലെ നമ്മുടെ സഹോദരങ്ങള്, ഉമറാക്കള്, ഉലമാക്കള്, അവരെയൊക്കെ ഓർക്കാനുള്ള ഒരു കാരണം അവരവരുടെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളും നന്മകളും അവർ സമൂഹത്തോട് ഇടപെട്ടതും ഒക്കെയാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, പിൽക്കാലക്കാർക്കിടയിൽ, എനിക്ക് ശേഷം വരുന്ന ജനതയ്ക്കിടയിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കണമേ. എന്നെ ആളുകൾ ശപിക്കുന്ന, എന്നെ ആളുകൾ വളരെ ദേഷ്യത്തോടു കൂടി കാണുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കണമേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. സൽകീർത്തി ഉണ്ടാവുക, അല്ലെങ്കിൽ ആളുകൾ ഓർക്കുക, നല്ല രൂപത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളുകളെയാണ്, ആത്മാർത്ഥമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളുകളാണ്. അവ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ സമൂഹത്തിൽ നമ്മൾ എന്തെങ്കിലും ഇടപെടുമ്പോൾ, നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും തൊഴിലിടങ്ങളിലായാലും നാം ചെയ്യുന്ന ഏതൊരു കാര്യവും അതിന്റെ പരിപൂർണമായ രൂപത്തിൽ ആത്മാർത്ഥമായി ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രചോദനമാണ് ഈ ആയത്തുകളും അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളും നമുക്ക് നൽകുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിഷമം അനുഭവിച്ച് കഴിയുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹുവെ നീ നിർഭയത്വവും ആശ്വാസവും പ്രദാനം ചെയ്യണമേ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പ്രയാസപ്പെടുന്ന അനവധി ആളുകൾ അള്ളാഹുവെ ജുമയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലുമുള്ള
ആശ്വാസവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, പ്രിയപ്പെട്ടവർ, ഇണകൾ, മക്കൾ, സഹോദരിമാർ, അവരുടെ ഖബറുകൾ അള്ളാഹുവെ നീ പ്രകാശിപ്പിക്കണമേ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗ പൂന്തോപ്പിൽ അവരെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണമേ. രോഗികളായി കിടക്കുന്ന അനവധി സഹോദരങ്ങൾ, അള്ളാഹുവെ എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലുമുള്ള ശിഫ നൽകി നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ വഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها. اللهم انا نسالك الهدى والتقى والعفاف والغنى يا ارحم الراحمين. اللهم صل وسلم على رسولك وعبدك محمد وآله وصحبه اجمعين والحمد لله رب العالمين.